കഥകൾ. രാമു എന്ന കർഷകന്റെ വീട്ടിലായിരുന്നു ചെമ്പൻ എന്ന പൂച്ചയും അവൻ്റെ അനുജത്തി ചിന്നുപൂച്ചയും താമസിച്ചിരുന്നത്. അവരുടെ അമ്മ ചക്കിപ്പൂച്ച അവർക്ക് കണിശമായ ചില നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കളപ്പുരയിൽ കയറരുത്, ദുഷ്ടനായ പൂവൻ കോഴിയുടെ അടുത്ത് പോകരുത്, തിരക്കേറിയ റോഡിനരികിലെ ചിത്രശലഭങ്ങളെ ഒരിക്കലും ഓടിക്കരുത് എന്നിങ്ങനെ. നല്ല അനുസരണയുള്ള പൂച്ചക്കുഞ്ഞനായിരുന്നു ചെമ്പൻ. അവൻ നിയമങ്ങൾ പാലിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ ചിന്നുവാകട്ടെ ഈ നിയമങ്ങളെല്ലാം തടസ്സങ്ങളായി മാത്രം കാണുന്ന ഒരു കുസൃതി കുടുക്കയായിരുന്നു. നീ ഒരു നല്ല പൂച്ചയാകാൻ ശ്രമിക്കുകയാണോ ചെമ്പ എന്ന് ചെമ്പനെ കളിയാക്കിക്കൊണ്ട് അവൾ ചിത്രശലഭങ്ങളെ പേടിപ്പിച്ച് ഓടിക്കളിച്ചു. ഒരു ദിവസം ചിന്നുവിൻ്റെ കുസൃതി അതിരുവിട്ടു. ചിന്നു വേണ്ട! ചെമ്പൻ്റെ കരച്ചിൽ വകവയ്ക്കാതെ അവൾ കളപ്പുരയിലേക്ക് ഓടിക്കയറി. അനുജത്തിയെ തനിച്ചാക്കാൻ കഴിയാത്തതുകൊണ്ട് ചെമ്പനും അവളെ പിന്തുടർന്നു. വൈക്കോൽ കൂനകൾക്കിടയിൽ അവർക്ക് വഴി തെറ്റി. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനി എന്ത് ചെയ്യും? പേടിച്ചു നിൽക്കുന്ന അവരുടെ മുന്നിൽ അതാ ദുഷ്ടനായ പൂവൻ കോഴി. ദേഷ്യക്കാരൻ കോഴി അവരെ ഓടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ചക്കിപ്പൂച്ച അവിടെ എത്തി. അവൾ ചെമ്പനെയും ചിന്നുവിനെയും വാരിയെടുത്തു. ഇത് കണ്ട കോഴി പതിയെ പിന്തിരിഞ്ഞു. പിന്നീട് ചക്കിയമ്മയുടെ ചൂടുള്ള രോമങ്ങൾക്കിടയിൽ സുരക്ഷിതരായി ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോൾ അമ്മ അവരോട് പറഞ്ഞു, നിയമങ്ങൾ പാലിക്കുന്നത് നല്ല പൂച്ചയാകാൻ വേണ്ടിയല്ല എൻ്റെ പൊന്നു മക്കളെ, അത് സുരക്ഷിതരായിരിക്കാനും ശരിയായ കാര്യങ്ങൾ ചെയ്യാനുമാണ്. ഒരു നല്ല പൂച്ചയാവുക എന്നാൽ ശ്രദ്ധയോടെ പെരുമാറുക, നന്മ ചെയ്യുക എന്നതാണ് അർത്ഥം. അമ്മയുടെ വാക്കുകൾ മനസ്സിലായ ചെമ്പനും ചിന്നുവും ചക്കിയമ്മയോട് കൂടുതൽ ചേർന്നിരുന്നു. ചെറിയ കുസൃതികളൊക്കെ കാണിച്ചിരുന്നെങ്കിലും അന്നു മുതൽ ചിന്നു അമ്മ പറഞ്ഞു തന്നതോർത്ത് കുറച്ചുകൂടി ശ്രദ്ധയോടെ പെരുമാറി.